ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവിടെ ഒരു ഫങ്ഷന് വന്നതാണ്. അപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഈ അമേരിക്കയിലോട്ട് നിങ്ങൾ ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അമേരിക്കയിൽ കുറച്ച് നാളായിട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും മറ്റ് നിങ്ങളോടൊത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഒന്നാമതായിട്ട്, നമ്മളിപ്പം വിസിറ്റിങ്ങിന് വരുവാണെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന ഒപ്പം തന്നെ ഇൻഷുറൻസും കൂടെ എടുക്കാൻ മറക്കരുത്. കാരണം ഇവിടെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിലോ ഡോക്ടറെ കാണാനോ ഒന്നും പറ്റില്ല, വളരെ പാടാണ്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്ന ഫാമിലി ആയിരിക്കും വിഷമിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇൻഷുറൻസ് ടിക്കറ്റ് എടുക്കുന്നതിനൊപ്പം തന്നെ ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു 5-6 പ്രാവശ്യം നിങ്ങൾ വന്ന് കാണും, അന്നേരം ഒന്നും നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പം ഈ പ്രാവശ്യം എനിക്കത് വേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞ് എടുക്കാതെ വരരുത് ദയവ് ചെയ്ത്. കാരണം നമുക്കറിയില്ല എപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇൻഷുറൻസ് ഇതും കൂടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതോടെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം അറിയണം. ഇവിടെ മിക്ക വീടുകളിലും പെറ്റ്സ് കാണും, പ്രത്യേകിച്ച് ഡോഗ്സ് അല്ലെങ്കിൽ ക്യാറ്റ്സ് കാണും. അപ്പോൾ നിങ്ങൾക്ക് അത് അലർജി ഉണ്ട് അല്ലെങ്കിൽ ഡോഗിനെ പേടിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ വീട്ടുകാരുമായിട്ട് നേരത്തെ അതൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പട്ടിയെ കണ്ട് പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും, നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ എല്ലാവരും പട്ടികളെയൊക്കെ വീടിനകത്താണ് വളർത്തുന്നത്. അവർ കുഞ്ഞുങ്ങളെക്കാളും ഭയങ്കര ഓമനിച്ച് കെയർ ചെയ്തൊക്കെയാണ് വളർത്തുന്നത്. അപ്പം ആ പട്ടിയെ മാറ്റണമെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്കും ബുദ്ധിമുട്ടായിരിക്കും, അത് അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ മിക്ക വീടുകളിലും നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ നമ്മൾ ഫ്രഷ് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ശീലിച്ചവരാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും, ആവശ്യക്കാർ ആവശ്യമുള്ള പോലെ എടുത്ത് ചൂടാക്കി കഴിക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ. അപ്പം നമുക്ക് കറക്റ്റ് ഫ്രഷ് ഫുഡ് എല്ലാ സമയം വേണമെന്ന് നമ്മൾ ചാടി പിടിച്ചാൽ ഇവിടെ അത് മിക്കവാറും നടക്കാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വരുന്ന ആ വീട്ടുകാർ വല്ല ലീവ് എടുത്ത് വല്ലതും ഇരുന്ന് കുക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്താലേ അത് നടക്കൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ജോലി തിരക്ക് കാരണം അങ്ങനെ പറ്റൂ ഇവിടെ. അതാ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ നമ്മൾ ഒരു വീട്ടിൽ വന്ന് താമസിക്കുമ്പം അവിടെ ചില ഇഷ്യൂസൊക്കെ ചിലപ്പോൾ കാണും, നിങ്ങൾ ചിലപ്പോൾ കാണും, ഭാര്യ ഭർത്താവ് അല്ലെ മക്കൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കാണും. പക്ഷെ അത് നമ്മൾ മറ്റുള്ളവരോട് പറയാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റ് ചെയ്ത ആ ഒരു വീട്ടുകാരെ നമ്മളാ കഴിയുന്ന പോലെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ഹ്യൂമിലേറ്റ് ചെയ്യാതെ നാണം കെടുത്താതെ ഇരിക്കുക. അരുണിമ ചെയ്തതുപോലെ ആ വീട്ടിൽ വന്നിട്ട് ആ പബ്ലിക്കായിട്ട് ആ ജോർജേട്ടൻ്റെ കൊച്ചുമോളുടെയും കാര്യം അവർ അപ്പനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് അസ്യൂം ചെയ്തിട്ട് പബ്ലിക്കലി അങ്ങ് മീഡിയ ത്രൂ അങ്ങ് ഇട്ടു. അതൊന്നും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നവർ വേറെ രീതി, അവരുടേതായ രീതിയിൽ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഒരാളെ നമുക്ക് ഒരു റൂം അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമുക്കൊന്ന് ഗസ്റ്റായിട്ട് വരാൻ നമ്മളെ അനുവദിച്ചാൽ ലെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മര്യാദയെ നമ്മൾ എൻജോയ്. ബൈ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ചെല്ലുന്ന വീട്ടിൽ അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണം. അപ്പം ഓരോരുത്തർക്കും ഇവിടെ അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ചില സമയത്തെങ്കിലും അവർ ആ സ്പേസ് ഉപയോഗിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മളപ്പം